മഹാവിസ്ഫോടനത്തിന് ശേഷം ശാന്തമായ പ്രകൃതിയിൽ കോടാനുകോടി ജീവജാലങ്ങൾക്കൊപ്പം ദൈവം കളിമണ്ണിൽ നിന്നും ആദിമ മനുഷ്യൻ ആദമിനെ സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഇണയായി ഹവ്വയെയും. സ്വർഗത്തിലായിരുന്നു ആദിമ മനുഷ്യന്റെ വാസം. മണ്ണിൽ നിന്നും പിറവിയെടുത്ത മനുഷ്യനെ ബഹുമാനിക്കണമെന്ന ദൈവകൽപ്പന തീയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട പിശാചിന് രസിച്ചില്ല. അവൻ സൃഷ്ടാവിനോട് തർക്കിച്ചു. തർക്കത്തിനൊടുവിൽ ലോകാവസാനം വരെ ആയുസ് തരപ്പെടുത്തിക്കൊണ്ട് പിശാച് മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രുവാകുകയും അത് ദൈവസാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വർഗത്തിലെ സുഖലോലുപതയിൽ വിഹരിച്ചിരുന്ന ആദമും ഹവ്വയും പിശാചിന്റെ ആദ്യ ഇരകളായി ഭൂമിയിലേക്ക് പറിച്ചു നടപ്പെട്ടു. അങ്ങനെ ഭൂമിയിൽ ജനവാസം ആരംഭിച്ചു. ഒപ്പം പിശാചിന്റെ ദുർബോധനവും. ആദം പരമ്പര ലോകമെങ്ങും വ്യാപിച്ചു. മനുഷ്യനെ നേർമാർഗത്തിലാക്കാനും ദൈവത്തിന്റെ ഉത്തമദാസന്മാരാക്കാനും അല്ലാഹു ഓരോ കാലഘട്ടത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യരെ പിഴപ്പിക്കുകയെന്ന ഏകലക്ഷ്യവുമായി ധിക്കാരിയായ പിശാചും പ്രവാചകന്മാർക്ക് പിന്നാലെ ദൗത്യം തുടർന്നു. അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ രക്ഷിതാവെന്നും അവനു മാത്രമേ നിങ്ങൾ വണങ്ങാവൂ എന്നുമായിരുന്നു പ്രവാചകന്മാരുടെ മുഖ്യ പ്രബോധനം. മനുഷ്യരെ സംസ്കൃതരാക്കുന്ന ഉത്തമ മൂല്യങ്ങളും കൂട്ടത്തിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെയൊക്കെ തിരുത്തലുകളുമായി പിശാചും ദൗത്യം തുടർന്നു. മനുഷ്യനെ അവരുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഞാൻ വഴി പിഴപ്പിക്കുമെന്ന പിശാച് അല്ലാഹുവിനോട് പറഞ്ഞതും എന്റെ നല്ലദാസന്മാരെ നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധ്യമല്ലെന്ന അല്ലാഹുവിന്റെ മറുപടിയും പുലർന്നുകൊണ്ടേയിരുന്നു. നിരവധി പ്രവാചക പരമ്പരകൾക്കൊടുവിൽ 6-ാം നൂറ്റാണ്ടിൽ ശേഷിക്കുന്ന മുഴുവൻ തലമുറകൾക്കുമായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. കടുത്ത യാതനകൾക്കും ചെറുത്തുനിൽപ്പുകൾക്കുമൊടുവിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ കിടയറ്റതും മാതൃകാപരവുമായ ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു. ആ സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരായി കാലഘട്ടത്തിന് സാക്ഷിയായി നാം നിലകൊള്ളുന്നു. ഓരോ സമുദായങ്ങളിലേക്കും അതത് സമുദായങ്ങളിൽ നിന്നും പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ രീതി. എന്നാൽ അവസാന പ്രവാചകൻ എന്ന വിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള ജനതയ്ക്കുള്ള സന്ദേശമാകുന്ന ഖുർആൻ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. മുൻകഴിഞ്ഞ പല പ്രവാചകന്മാർക്കും അല്ലാഹു പ്രമാണങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അവർക്ക് ശേഷം അത് കാലഹരണപ്പെടുകയോ മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്ന് മാത്രമല്ല, അതിലൊരു മാറ്റവും വരാതെ കാത്തു സൂക്ഷിക്കുമെന്ന് അല്ലാഹു ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഈ പ്രമാണത്തെ അവതരിപ്പിച്ചത്. തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. മുൻ തലമുറയ്ക്കുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ പുരോഗമിച്ചാണ് ഇന്നത്തെ ആശയവിനിമയ സൗകര്യം. ഇന്ന് ലോകം മുഴുവൻ ഒരു ഗ്രാമമായി എടുക്കാവുന്ന തരത്തിൽ അത് വളർന്നിരിക്കുന്നു. ഓരോ സമൂഹങ്ങളിലേക്കും അവരുടെ തലമുറയിലേക്കും ഖുർആനിന്റെ സന്ദേശം വേഗത്തിൽ വ്യാപിപ്പിക്കാൻ കഴിയും എന്നതും മറ്റൊരു പ്രവാചകന്റെ ആവശ്യകതയെ അപ്രസക്തമാക്കുന്നു. വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ അത് പ്രവാചക കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ذلك الكتاب لا ريب فيه هدى للمتقين.
അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ മനുഷ്യജീവിതത്തിൻ്റെ എന്നേക്കുമുള്ള മാർഗദർശനമാണ് എന്ന് മനസ്സിലാക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടം അക്ഷരാഭ്യാസമില്ലാത്ത, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അജ്ഞതയും കൈമുതലാക്കിയിട്ടുള്ള, മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാവുന്ന സകലമാന തിന്മകളുടെയും വക്താക്കളും പ്രയോക്താക്കളുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ ഗ്രന്ഥം ആദ്യമായി പഠിക്കുന്നതും തുടർന്ന് പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി ഖുർആൻ പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ അക്ഷരാഭ്യാസത്തിൻ്റെ പിൻബലം പോലും അദ്ദേഹത്തിനില്ല. അതുതന്നെ നമ്മളെ ബോധ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആൻ അക്ഷരങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കും അപ്പുറത്താണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഗവേഷണം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുവാനും ശ്രമിക്കുന്ന ആർക്കും വളരെ വേഗത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഗ്രന്ഥം എന്നതാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ പ്രത്യേകത. സൂറത്തുൽ ഖമറിൽ 4 സ്ഥലങ്ങളിലായി ഈ വിഷയം അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലുമുണ്ടോ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ എന്നാണ് ചോദ്യം. ഈ ചോദ്യം എന്നോടും നിങ്ങളോടും നമ്മളോടുമൊക്കെയാണ്. അപ്പോൾ ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നുവെങ്കിൽ ഖുർആൻ എളുപ്പമായിരിക്കും. എന്നാൽ പലർക്കും, മുസ്ലിം സമൂഹത്തിലെ തന്നെ വളരെ വലിയ ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രയാസകരമായി അനുഭവപ്പെടുന്നത് ഖുർആനിനെ പഠിക്കേണ്ട വിധം പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടും ആലോചനയ്ക്ക് അർത്ഥം നൽകി അന്വേഷണാത്മകമായി അതിനെ വിലയിരുത്തുവാൻ ശ്രമിക്കാത്തതുകൊണ്ടുമാണ്. അങ്ങനെയാണ് ശ്രമങ്ങളെങ്കിൽ തീർച്ചയായും വളരെ വേഗത്തിൽ ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നത് ഒരു വലിയ വസ്തുതയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ ഭാഷാപരമായോ മറ്റോ പ്രത്യേക പരിജ്ഞാനമൊന്നുമില്ലാത്ത, അക്ഷരാഭ്യാസം പോലുമില്ലാത്ത മുഹമ്മദ് നബി എന്ന ചെറുപ്പക്കാരന് വിശുദ്ധ ഖുർആൻ ആദ്യമായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠിതാക്കളായി വന്നിരിക്കുന്ന പ്രഥമഘട്ടത്തിലെ ഖദീജ ബീവിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് തുടങ്ങിയിരിക്കുന്ന മഹാന്മാർ അവരൊക്കെ തന്നെയും ഇതേ അവസ്ഥയിലുള്ള ആളുകളാണ്. അവർക്കും വിശുദ്ധ ഖുർആൻ മനസ്സിലായി, പ്രായ ലിംഗ ഭേദമന്യേ. 55-കാരിക്കും 38-കാരനും 10 വയസ്സുകാരനും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രായലിംഗ ഭേദത്തിനപ്പുറത്ത് ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥം, അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. മറ്റൊരു വിഷയം, ഈ ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിലാണ്. എന്തുകൊണ്ട് അറബി ഭാഷ തിരഞ്ഞെടുത്തു? ഒരുപാട് ചോദ്യങ്ങൾ ഇതു സംബന്ധമായി വരാറുണ്ട്, ചില ഉത്തരങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒന്ന്, അറബി ഭാഷ അന്ന് വളർച്ച പൂർണ്ണമായി നിൽക്കുന്ന ഭാഷയാണ്. എല്ലാ അർത്ഥത്തിലും ഇനിയൊരു വളർച്ച ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായ ഒരു ഭാഷ അത് അറബിയാണ്. അഥവാ അറബി ഭാഷ അന്ന് വളർച്ച പൂർണ്ണമായിരുന്നില്ല എങ്കിൽ പിൽക്കാലഘട്ടങ്ങളിൽ വരുന്ന ആളുകൾക്ക് പറയാൻ കഴിയും വിശുദ്ധ ഖുർആൻ്റെ ആശയത്തിന് തകരാറുകളില്ലെങ്കിലും ഭാഷയിൽ മാറ്റം വരേണ്ടതുണ്ട് എന്ന് സ്വാഭാവികമായി പറഞ്ഞേക്കും. എന്നാൽ ഭാഷയിൽ പോലും ഒരു മാറ്റവും വരുത്തേണ്ടതില്ലാത്ത വിധം അന്നത്തെ അറബികൾക്ക് അതെങ്ങനെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുമോ അതേ ആസ്വാദ്യതയോടെ ഇന്നും വിശുദ്ധ ഖുർആൻ്റെ ഭാഷയും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, അറബി ഭാഷയോളം ലളിതമായ മറ്റൊരു ഭാഷ ഒരുപക്ഷെ ലോകത്തുണ്ടാവില്ല. എഴുതുവാനും വായിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനുമെല്ലാം ഭാഷ അതിൻ്റെ ലാളിത്യം നമ്മെ ഏറെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇംഗ്ലീഷിൽ പോലും ഒരേ ആശയത്തിലുള്ള വിവിധ പദങ്ങൾ തന്നെ ഉപയോഗിച്ചു വരേണ്ടി വരുമ്പോൾ അറബി ഭാഷയിൽ 10ഉം 40ഉം അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകാൻ ഒരൊറ്റ പദം മതിയാകുമെന്നത് അതിൻ്റെ വൈപുല്യത്തെ കുറിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക ഭാഷകളും നമ്മിൽ നിന്ന് എഴുതി അതിങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറബി ഭാഷ അകലെ നിന്ന് നമ്മിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. ആ നിലക്കുള്ള ഒരുപാട് സംഗതികൾ
നമ്മുടെ ഭാഷയായിരിക്കുന്ന മലയാളം വരെ അതിൽ ഒന്നാമത്തെ ഒരു അക്ഷരം എഴുതി ഉണ്ടാക്കാൻ, ആ എന്ന അക്ഷരം ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ദീർഘമായ പരിശീലനങ്ങളോടുകൂടി മാത്രമാണ് ആ എന്ന ഒന്നാമത്തെ അക്ഷരം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ എഴുതുവാനും ഊ എഴുതുവാനും ഒക്കെ വേറെ വേറെ നമ്മൾ വേറിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അറബി ഭാഷയിൽ ഇതെല്ലാത്തിനും കൂടി ഒരൊറ്റ വര, ഒരു അലിഫ്. അലിഫിനെ നമുക്ക് ആ എന്നും ഈ എന്നും ഊ എന്നും ഒക്കെ ആക്കി മാറ്റാൻ കഴിയുമെന്നത് ഈ ഭാഷയുടെ പ്രത്യേകതയാണ്. അതിൻ്റെ 28 അക്ഷരങ്ങളിൽ ഒരു 10ഓ 16ഓ അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് പ്രത്യേകമായി എഴുതി പഠിക്കേണ്ടത്. ബാക്കിയുള്ള അക്ഷരങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കാൻ കഴിയും. അങ്ങനെ ഭാഷാപരമായും ലിപിയിലും സംസാരത്തിലും എല്ലാത്തിലും വളരെ വ്യത്യസ്തവും എന്നാൽ ലളിതവുമായിരിക്കുന്ന ഒരു ഭാഷയാണ് അറബി എന്നതുകൊണ്ട് തന്നെയാണ് ആ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഈ ഭാഷയിൽ അവതരിക്കപ്പെടുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി എന്നാണ്. അപ്പോൾ നമ്മുടെ ചിന്താശേഷിയെ തട്ടിയുണർത്തി പല വിഷയങ്ങളുടെയും വൈപുല്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഈ രംഗത്തൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളൊരു ഗ്രന്ഥം അന്ന് അവതരിപ്പിച്ചു, അത് അവസാനിക്കുകയല്ല, അത് പൂർണ്ണമായി സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു. എന്നിട്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അത് നിലനിർത്തി. ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ. സൂറത്തുൽ ഹിജ്റിലാണ് ഈ ഭാഗമുള്ളത്. തീർച്ചയായും ആ ഉത്ബോധനത്തെ നാമാണ് ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി അത് നിലനിൽക്കണം. ഹുദൽ ലിന്നാസ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്, ലോകർക്കുള്ള മാർഗദർശനം. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം ആയി നിലനിൽക്കുന്നത് ലോകത്ത് ഏതു കാലത്തും ജീവിക്കുന്ന ആളുകൾക്ക് അനിവാര്യമായ ആവശ്യമായ മുഴുവൻ ഘടകങ്ങളും അതിലുണ്ട്, എല്ലാമുണ്ട്. വിശുദ്ധ ഖുർആൻ അനുവദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഗതി ആത്യന്തികമായി നമുക്ക് അപകടകരമാണ്, ഹാനികരമാണ് എന്ന് ഇന്നോളം തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നിഷിദ്ധമാക്കിയിരിക്കുന്ന എന്തെങ്കിലും ഒരു നിഷിദ്ധം അത് നമുക്ക് ആത്യന്തികമായി അനിവാര്യമായിരുന്നു എന്നും ഇന്നോളം തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. അതുകൊണ്ട് കാലാതിവർത്തിയായി എല്ലാ കാലങ്ങളെയും അതിജയിച്ച് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകുവാൻ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായി അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഗ്രന്ഥത്തിൻ്റെയോ പിൽക്കാലത്ത് മറ്റൊരു പ്രവാചകൻ്റെയോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണ്ണമാണ് എന്ന് നാം മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ അന്വേഷിച്ചാൽ, കരുതിയാൽ, അത് പഠിക്കാൻ ശ്രമിച്ചാൽ പരസ്പര വിരുദ്ധമായിരിക്കുന്ന ആശയങ്ങളോ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഉള്ള വിഷയങ്ങളോ ഖുർആനിലില്ല എന്നുള്ളതാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ് ഈ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയുമായിരുന്നു. ഖുർആനിൽ ഒരു വൈരുദ്ധ്യവും കാണാൻ കഴിയില്ല, വൈവിധ്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും. ഇങ്ങനെയെല്ലാം എല്ലാത്തിനുമുപരി വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമോ ചരിത്ര ഗ്രന്ഥമോ ഒന്നുമല്ല. ചരിത്രം പറയുന്നുണ്ട്, ശാസ്ത്രത്തിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്, ആ മേഖലയിലൊക്കെ ധാരാളം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ അതൊക്കെ സംസാരിച്ചത് നമ്മെ ശാസ്ത്രം പഠിപ്പിക്കുവാനോ ചരിത്രം പഠിപ്പിക്കുവാനോ അല്ല. മറിച്ച് അതിൻ്റെയൊക്കെ അപ്പുറത്ത് വിശുദ്ധ ഖുർആൻ അമൂല്യമാണ്, അത് നിസ്തുലമാണ്, അത് അമാനുഷികമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനും ശാസ്ത്ര ലോകത്ത് നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന, അവൻ വിജയിച്ചെത്തിയിരിക്കുന്ന പല മേഖലകളിലേക്കും ഖുർആൻ ഒരു അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത 6-ാം നൂറ്റാണ്ടിൽ തന്നെ സംസാരിച്ച് വളരെ വ്യക്തതയും കൃത്യതയും നൽകിയിരിക്കുന്നുവെങ്കിൽ ആ ഖുർആനിൽ പറയുന്ന സാമൂഹ്യ ശാസ്ത്രമടക്കമുള്ള ജീവിതത്തിൻ്റെ നിഖല മേഖലകളിലും അത് നൽകുന്ന മാർഗദർശനം അത് കുറ്റമറ്റതാണ്, അന്യൂനമാണ്, ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ആ തരത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ശാസ്ത്രം ഒന്നിൻ്റെയും അവസാന വാക്കല്ല ഖുർആൻ. അതുകൊണ്ട് തന്നെ ചില ശാസ്ത്ര സൂചനകൾ നൽകുന്നു എന്നല്ലാതെ ശാസ്ത്രം പഠിപ്പിക്കുവാനല്ല ശ്രമിക്കുന്നത്. അവിടെയൊന്നും ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളിൽ നമുക്കൊരബദ്ധവും കണ്ടെത്തുവാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായും ഖുർആൻ നൽകുന്ന മാർഗദർശനത്തിലും ഒരബദ്ധവും കണ്ടെത്താൻ കഴിയില്ല എന്ന ബോധ്യമാണ്. ഇതിലേക്ക് മുസ്ലിം സമൂഹം ആദ്യമായും അതുപോലെ ഈ മതത്തെ മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനെ പഠിക്കുവാനും ആലോചിക്കുവാനും ചിന്തിക്കുവാനും ആ തരത്തിൽ അതിനെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കുമെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ല സംരംഭമാണ്. إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا. വിശുദ്ധ ഖുർആൻ പഠനരംഗത്ത് പല ശൈലികളും പല മാർഗങ്ങളും കാലാകാലങ്ങളായ ആളുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നമുക്കതറിയാം. ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി പഠിക്കുന്നു, അതിൽ പ്രാധാന്യം കൽപ്പിക്കുന്നു, അതിന് പ്രാധാന്യമുണ്ട്, അതിന് മഹത്വവുമുണ്ട്. എന്നാൽ
അതുമാത്രമല്ല, ഖുർആനിൻ്റെ അർത്ഥം അറിയണമെന്നൊക്കെ അർത്ഥം പഠിക്കുന്ന ശൈലികൾ, ഇപ്പോൾ ഖുർആൻ്റെ മലയാളത്തിലും മറ്റുമൊക്കെയുള്ള പരിഭാഷാ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കണമെന്നൊക്കെ തഫ്സീറുകളിലേക്ക് ഇറങ്ങി, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങി ഖുർആൻ പഠിച്ചെടുക്കുവാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനൊക്കെയുള്ള പരിമിതികൾ, അതൊക്കെ വേണ്ടതാണ്, അതൊക്കെ അനിവാര്യമാണ്. എന്നാൽ അറബി ഭാഷയിലുള്ള ഖുർആൻ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരാൻ സാധ്യമല്ല എന്നുള്ള ഉറപ്പാണ്. ഈമാൻ എന്ന അതിപ്രധാനമായ പദം പോലും മലയാളത്തിൽ കൃത്യമായി അതിന് ചേരാവുന്നൊരു പദം ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയില്ല. സാധ്യമാകുന്നതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പറയുന്നു എന്നതാണ് നമ്മുടെ ശൈലി. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഖുർആൻ ഇറങ്ങണം, എല്ലാ ഭാഷകളിലും ഖുർആൻ്റെ വിവർത്തനങ്ങൾ വരണം, അതിലൂടെ ഖുർആൻ്റെ ആശയം സമൂഹത്തിൽ ലഭ്യമാവണം. അപ്പോൾ അർത്ഥം പഠിക്കാം, അതോടൊപ്പം തന്നെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അതിൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ള അല്ലെങ്കിൽ പ്രവാചകർ മനസ്സിലാക്കിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ടാവും, സ്വഹാബത്ത് മനസ്സിലാക്കിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിൽ കാണും. എന്നാലും ആ ഗ്രന്ഥം രചിക്കപ്പെട്ട കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പരിമിതികൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അവിടെ നിൽക്കാതെ വിശുദ്ധ ഖുർആൻ കാലാകാലങ്ങളായി മനുഷ്യർ പഠിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതിനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ഗവേഷണം നടത്തുന്ന, പാരമ്പര്യ രീതിയിൽ നിന്ന് വേണ്ടി വന്നാൽ അല്പം വിട്ടുനിൽക്കുന്ന ഗവേഷണാത്മകമായിരിക്കുന്ന പഠനങ്ങളിലേക്ക് നാം ഇറങ്ങിത്തിരിച്ചാൽ ഖുർആൻ മുന്നോട്ട് വെച്ച ഓരോ യാഥാർത്ഥ്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും. ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ലിക്കുല്ലി നബഇൻ മുസ്തഖർ, എല്ലാ വൃത്താന്തങ്ങൾക്കും അത് പുലർന്നു കാണുന്ന ഒരു സമയമുണ്ട്, സന്ദർഭമുണ്ട്. വസൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവിടേക്കെത്താൻ നമ്മൾ കേവലം പാരമ്പര്യ ശൈലിയിൽ ഒതുങ്ങി നിൽക്കാതെ, ഏതെങ്കിലും ചില പ്രത്യേക ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിശുദ്ധ ഖുർആനിനെ നമുക്ക് പഠിച്ചുൾക്കൊള്ളുവാൻ വേണ്ടി ആലോചനയും ചിന്തയും ശേഷിയും ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഈ 4-ാം ഘട്ടം, അതാണല്ലോ സ്വഹാബികളൊക്കെ യഥാർത്ഥത്തിൽ അന്ന് ഉപയോഗിച്ചു പോകുന്നത്, ആ ഘട്ടത്തിലേക്ക് നാം തിരിച്ചു വന്നുകൊണ്ട് കൂടുതൽ ഖുർആനുമായി അടുക്കുവാനും അതിൻ്റെ ആശയങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാനും നാം ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും പഠിക്കാൻ കഴിയും എന്നുകൂടി മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്ന ഒരു സംരംഭത്തിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ഏറ്റവും സുപ്രധാനമായൊരു വിഷയം മനുഷ്യപ്രകൃതിക്കനുഗുണമായി അവൻ്റെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവവിശ്വാസത്തെ ദൃഢീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ആരാണ്, അവൻ്റെ മഹത്വവും അവൻ്റെ കഴിവും കാരുണ്യവും നമ്മളെ ബോധ്യപ്പെടുത്താൻ ധാരാളം സന്ദർഭങ്ങളിൽ ഖുർആൻ കൃത്യമായി ഇടപെടുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുമ്പോൾ മാത്രമാണ് അവനെ മാത്രം ആരാധിക്കുന്ന, അവനെ അംഗീകരിക്കുന്ന, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു ശരിയായ ജീവിത വീക്ഷണത്തിലേക്ക് ഒരു മനുഷ്യന് സ്വാഭാവികമായി എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പ്രഥമ അധ്യാപനം മുതൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ അതിമനോഹരമായി ഈ സൃഷ്ടിപ്രപഞ്ചത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ സൃഷ്ടികളെക്കുറിച്ച് പഠിക്കണമെന്നാണ് ഖുർആൻ്റെ ആഹ്വാനം. ഒന്നാമത്തെ അധ്യാപനത്തിൽ തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ് പറഞ്ഞു പോകാറുള്ളത്. ഇഖ്റ എന്ന പദത്തിന് ഭാഷാപരമായി നീ വായിക്കുക എന്നാണ് അർത്ഥമെങ്കിലും വായിക്കുവാൻ അറിയാത്ത, അക്ഷരം പോലും അറിയാത്ത മുഹമ്മദ് എന്ന ചെറുപ്പക്കാരന് മുമ്പിൽ അള്ളാഹു, ആ മുഹമ്മദിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹു ഇഖ്റ എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും അതിൻ്റെ അർത്ഥം കേവലം നീ വായിക്കുക എന്നതിൽ പരിമിതമാവില്ല. മറിച്ച് പടച്ച റബ്ബിനെ മനസ്സിലാക്കുവാൻ അവൻ നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന സൃഷ്ടികളെക്കുറിച്ച്, സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ച്, അന്വേഷിച്ച്, കണ്ടെത്തി, ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളുവാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഇഖ്റ എന്ന പദത്തിലൂടെ. ശേഷം പറയുന്ന കാര്യങ്ങൾ സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ രക്ഷിതാവിനെ നീ അറിയാൻ അവൻ സൃഷ്ടാവാണ് എന്നറിയണം.
സൃഷ്ടാവാണ് എന്ന് അറിയണമെങ്കിൽ സൃഷ്ടികളെക്കുറിച്ച് പഠിക്കണം. ആ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ തുടക്കമാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലക്കിൽ നിന്നാകുന്നു മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അലക്ക് എന്ന പദം ഭ്രൂണമാണ് എന്നതിലേക്ക് നമ്മളെത്തുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രലോകം എത്തുന്ന അടുത്ത കാലത്ത് മാത്രമാണ്. മൈക്രോസ്കോപ്പിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും കണ്ടെത്തുവാനോ സാന്നിധ്യം അറിയുവാനോ സാധിക്കാത്ത അത്രയും ചെറിയ നിസ്സാരമായിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഈ സങ്കീർണമായിരിക്കുന്ന മനുഷ്യ സൃഷ്ടി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് ഖുർആൻ പറയുമ്പോൾ ആലോചിക്കേണ്ട വസ്തുത, അന്ന് ഇങ്ങനെയുള്ള 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചോ അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന ഘടനകളെക്കുറിച്ചോ അറിയാനുള്ള ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത്. അലക്ക് എന്ന പ്രയോഗത്തിലേക്ക് തന്നെ നമ്മളെത്തിയത്, അഥവാ ശാസ്ത്രം ലോകമെത്തിയത് അടുത്ത കാലത്താണ്. തുടക്കത്തിൽ വളരെ സുപ്രധാനമായിരിക്കുന്ന പല ചർച്ചകളും ഈ വിഷയം നടന്നിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ അറിയേണ്ട ഒരു സംഗതി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ശാസ്ത്രം പറയുമ്പോൾ അത് പുരുഷ ബീജത്തിന് മാത്രമാകുന്നു എന്നാണ് 15-ാം നൂറ്റാണ്ട് വരെയുള്ള ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. എന്നാൽ ബീജവും അണ്ടവും ഒട്ടിച്ചേർന്നുണ്ടായിരിക്കുന്ന നുത്ഫത്തുൻ അംഷാജ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന ആ ഒരു തലത്തിൽ നിന്നാണ്, കൂടിച്ചേർന്നുണ്ടായിരിക്കുന്ന ഒരു സങ്കരിത ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഖുർആനാണ്. അത് 6-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എവിടെയും എത്തിയിട്ടില്ലാത്ത കാലത്ത്. അന്നങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ അത് പടച്ചവന് മാത്രമേ കഴിയൂ, പടച്ചവൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കൂ എന്ന് ബോധ്യപ്പെടുവാൻ ഖുർആൻ മാർഗം ഉപയോഗിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം പറയുമ്പോൾ ഇപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതിസങ്കീർണമായിരിക്കുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളെ വളരെ വ്യക്തമായി കൃത്യമായി മനോഹരമായി ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അവിടേക്ക് നമുക്കെത്താൻ കേവലം ഒരു വായന മതിയാവില്ല, ആലോചനയും അന്വേഷണവുമാണ്. ആ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ എത്തിച്ചേരുക അള്ളാഹുവിൻ്റെ അരികിലായിരിക്കും. അവൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സും ശിരസ്സും നമിക്കുവാൻ നമ്മൾ പ്രാപ്തരാവും, നമ്മളിതിന് തയ്യാറാവും. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ അഥവാ സൃഷ്ടാവിനെ വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുത്തി, എന്നിട്ട് അവനെയാണ് ആരാധിക്കേണ്ടത്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിലേക്ക് മനുഷ്യ സമൂഹത്തെ കൊണ്ടുപോകുന്ന ശൈലിയാണ് അതിൻ്റെ പ്രഥമ അധ്യാപനം മുതൽ അത് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ മാത്രമാണ് എന്ന ഒരു രൂപത്തിലല്ല ഖുർആൻ അതിനെ പഠിപ്പിച്ചത്, മറിച്ച് അങ്ങേയറ്റം കാരുണ്യവാനും കരുണാവാരിധിയും ദയാലുവുമാണ് എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ വളരെ വ്യക്തമായും കൃത്യമായും വിശദമായും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അർ റഹ്മാൻ അർ റഹീം എന്നീ 2 പദങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഖുർആനിൻ്റെ സൂറത്തുകൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് അതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം, ആ കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ മതജാതി ഭേദങ്ങൾക്കപ്പുറത്ത് ഇവിടെ ആരോഗ്യത്തോടെ നല്ല ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വർഗീയതയും വിഭാഗീയതയും കാണിക്കാതെ മുഴുവൻ മനുഷ്യരോടും ഈ സമീപനം സ്വീകരിച്ച് എല്ലാവർക്കും ജീവിതവും ജീവിക്കാൻ ആവശ്യമായ ഉപാധികളും അതുപോലെ അനുഗ്രഹങ്ങളും നൽകി മനുഷ്യരോട് പൊതുവായി കാരുണ്യം കാണിച്ചിരിക്കുന്ന ആ റബ്ബനെയാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. അതിന് ആ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം വളരെ അകലെയാണ് എന്നും അവനിലേക്ക് അടുക്കുവാൻ നമുക്ക് ചില മധ്യവർത്തികൾ ആവശ്യമാണ് എന്നുമൊക്കെയുള്ള ധാരണയിൽ നിന്നാണ് ബഹുദൈവാരാധന കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ വിശുദ്ധ ഖുർആൻ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഖണ്ഡനാടിയേക്കാൾ അള്ളാഹു അടുത്തിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ അടുക്കാൻ പറ്റുന്ന മറ്റൊരു ശക്തിയോ വ്യക്തിയോ ലോകത്തില്ല എന്നുകൊണ്ടാണ്. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. ഇത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിരീക്ഷണങ്ങൾക്ക് വിധേയനാവാതെ അവൻ സംവിധാനിച്ചിരിക്കുന്ന റെക്കോർഡിംഗ് സിസ്റ്റങ്ങളെ മറികടന്നുകൊണ്ട് മനുഷ്യന് വല്ലതും സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ വിചാരിക്കുവാനോ പോലും സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുവാനാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. മനുഷ്യൻ ഒരു വാക്കുച്ചരിക്കുന്നുവെങ്കിൽ അതൊരു ചെറിയ വാക്കാണെങ്കിൽ പോലും അവൻ്റെ റെക്കോർഡിംഗ് സിസ്റ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ അത് ഉച്ചരിക്കപ്പെടുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നത്. അള്ളാഹു സദാ നമ്മളെ നിരീക്ഷിക്കുന്നു
സൂക്ഷിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും പരലോകത്ത് വരുമ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മളെ വിചാരണ ചെയ്യുവാൻ വളരെ വേഗത്തിൽ അവന് സാധിക്കുകയും ചെയ്യുമെന്നുള്ള ആ വിഷയങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ് അള്ളാഹു ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ ഇങ്ങനെ നമ്മുടെ രേഖകൾ എല്ലാം രേഖപ്പെടുത്തി എല്ലാം സമാഹരിച്ച് പരലോകത്ത് നമ്മുടെ കയ്യിൽ തന്നെ നൽകി നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ അതിലുള്ള നമ്മുടെ പാപങ്ങളെ, എല്ലാ പാപങ്ങളെയും ഓരോന്ന് എണ്ണി നോക്കി അതിനനുസരിച്ച് എല്ലാവരെയും കഠിനമായി ശിക്ഷിക്കുന്നു എന്നല്ല, മറിച്ച് ഈ പാപങ്ങൾ ചെയ്യുന്നത് മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായി ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പടച്ച റബ്ബ് പാപങ്ങൾ സ്വമേധയാ തന്നെ ധാരാളമായി വിട്ടുകൊടുക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ പശ്ചാത്തപിക്കുവാൻ ശ്രമിക്കുമ്പോഴോ അത് പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ പാപങ്ങൾ പൊറുക്കുകയും കൂടുതൽ കാരുണ്യം നൽകിക്കൊണ്ട് ആളുകളെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുകയുമാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ. അതോടൊപ്പം തന്നെ എല്ലാ പാപങ്ങളും അവൻ പൊറുക്കുമെന്ന് പറയുന്നിടത്ത് അവൻ പൊറുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പാപങ്ങളും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹു മനുഷ്യൻ്റെ സകലമാന പാപങ്ങളും പുറത്തു കൊടുക്കും, അതല്ലാത്ത ശിർക്ക് എന്ന പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അതെന്തുകൊണ്ട്? നമുക്ക് ജീവിതവും ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന പടച്ചതമ്പുരാൻ അവന് മാത്രമായി നൽകേണ്ടുന്ന ആരാധനകളും പ്രാർത്ഥനകളും അവനല്ലാത്തവർക്ക് നൽകിക്കൊണ്ട് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ അത് പടച്ച റബ്ബ് പൊറുക്കില്ല എന്ന് പറയുന്നത് അതിൻ്റെ അർഹത അവന് മാത്രമായതുകൊണ്ടാണ്. ഓരോ വിഷയങ്ങളും ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ വരെ ഖുർആൻ സംസാരിക്കുമ്പോൾ അവിടെ കാരണമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. മറിച്ച് നമുക്ക് മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ ആരാധിക്കണമെങ്കിൽ ആ ആരാധിക്കപ്പെടുന്ന ശക്തികൾക്ക്, വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ, അവൻ്റെ പ്രത്യേകത, അവൻ്റെ മഹത്വം നമുക്ക് ചാർത്തി കൊടുക്കാൻ കഴിയണം. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഇതര ശക്തികളും വ്യക്തികളും ഒന്നുകിൽ മനുഷ്യരോ മനുഷ്യരെ പോലെയുള്ള ഇതര ജന്തുക്കളോ ജീവികളോ അല്ലെങ്കിൽ ചേതന വസ്തുക്കളോ ആണ് എന്നാണ്. മനുഷ്യന് ആ നിരക്കുള്ള അഭൗതികമായി അദൃശ്യമായി ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ഇങ്ങനെയുള്ള സൃഷ്ടികളെ പൂജിക്കുന്നത് അള്ളാഹു പൊറുക്കില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിനോട് മാത്രമായിരിക്കുകയും അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ വിജയം വരിക്കേണ്ടത്, അതിനാണ് ശ്രമിക്കേണ്ടത്. ഖുർആൻ ആ നിലക്ക് അതിൻ്റെ ആദർശ സംഹിത ബോധ്യപ്പെടുത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന് ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അവൻ്റെ കാരുണ്യം ബോധ്യപ്പെടുത്തി കഠിനമായി ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ പാപങ്ങൾ പൊറുക്കുമെന്നുള്ള ആശ്വാസവചനങ്ങൾ നൽകി. എന്നിട്ട് പറയുന്നത് നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം. അതിനെ ആ തലത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ സകലമാന അന്ധവിശ്വാസങ്ങളെയും അതുപോലെ അജ്ഞതയെയും മാറ്റി നിർത്തിക്കൊണ്ട് ശരിയായ വിശ്വാസത്തിൽ, ശരിയായ ആദർശത്തിൽ, ശരിയായ വഴിയിൽ, മാർഗദർശനത്തിൽ ഭ്രംശം സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് നാം ശ്രമിക്കുക. സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ അറിയുവാനും അവനെ ബോധ്യപ്പെടുവാനും അതുവഴി അവൻ നൽകുന്ന മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുമാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ജാലകങ്ങൾ തുറന്നുവിട്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ കടന്നു കയറുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ കണ്ണും കാതും ഹൃദയവും ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ അപഗ്രഥിക്കുവാനും അന്വേഷിക്കുവാനും ആ നിലക്ക് ഒരു ചിന്താശേഷിയുള്ള മനുഷ്യനായി മാറുവാനും ശ്രമിക്കുമ്പോൾ അവൻ എത്തിച്ചേരുക യഥാർത്ഥ റബ്ബിൻ്റെ, രക്ഷിതാവിൻ്റെ, അള്ളാഹുവിൻ്റെ മുമ്പിലായിരിക്കും. ഇതാണ് ഖുർആനിൻ്റെ ആഖ്യാനം. ഈ അടുത്ത കാലത്ത് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു സഹോദരൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ മംഗൾയാൻ എന്ന ഉപഗ്രഹം ചൊവ്വയെ പ്രദക്ഷിണം ചെയ്ത് 65 കോടി കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇത്രയും വിശാലമായ ഏരിയയിൽ മംഗൾയാൻ യാത്ര ചെയ്തിട്ടും അതെടുത്തിരിക്കുന്ന ഒരു ചിത്രങ്ങളിലും സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ യാതൊരു ചിത്രവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വർഗം, നരകം പോലെയുള്ള സംഗതികൾ അന്ധവിശ്വാസമാണ്, മനുഷ്യൻ്റെ മൂഢധാരണകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യം. അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടി വന്നത് മംഗൾയാൻ യാത്ര ചെയ്തത്, അത് സഞ്ചരിച്ചത് ചൊവ്വ എന്ന ഒരു ഗ്രഹത്തിന് ചുറ്റിലുമാണ്. എന്നാൽ ചൊവ്വ എന്നത് സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളിലെ ഒരൊറ്റ ഗ്രഹം മാത്രമാണ്. സൗരയൂഥം തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്
ഇങ്ങനെയുള്ള സൗരയൂഥങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രക്കൂട്ടങ്ങളുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ അറിവും വിശ്വാസവുമാണ്. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യൻ അവൻ്റെ പഠന ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി ഗ്രഹങ്ങളെയും ഗോളങ്ങളെയും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഗോളങ്ങളുടെ വിപുലമായ സമാഹാരങ്ങൾക്കിടയിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന ഒരു ചെറിയ ഗോള സമാഹാരം മാത്രമാണ് യഥാർത്ഥത്തിൽ സൗരയൂഥം. ആ സൗരയൂഥത്തിലെ ഒരൊറ്റ ഗോളമായിരിക്കുന്ന ഒരൊറ്റ ഗ്രഹമായിരിക്കുന്ന ചൊവ്വയ്ക്ക് ചുറ്റിലും മംഗൾയാൻ എന്ന ഉപഗ്രഹത്തിന് 64 കോടി കിലോമീറ്റർ 65 കോടി കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ സാധിച്ചുവെങ്കിൽ അതിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയും വലിപ്പവുമാണ്. ലോകം, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ 65 കോടി കിലോമീറ്ററിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ അവിടെ പരിമിതമാണ് എങ്കിൽ അതിനകത്ത് സ്വർഗവും നരകവും കണ്ടില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയിലേക്കും വിസ്തൃതിയിലേക്കുമാണ് അത് നമ്മളെ എത്തിക്കുന്നതെന്നിരിക്കെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവ് അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്വർഗനരകങ്ങൾ എങ്ങനെയാണ് നമ്മളതിനെ നിഷേധിക്കുക? അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് കോടാനുകോടി ഗോളങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഇത്രയും ഗോളങ്ങളിലെ ഒരു ചെറിയ സമാഹാരമായിരിക്കുന്ന സൗരയൂഥത്തിലെ 9ഓളം ഗ്രഹങ്ങളിലെ ഒരു ഗോളം മാത്രമാണ് ഭൂമി. ആ ഭൂമിയെ നമ്മൾ ഉപഭൂഖണ്ഡങ്ങളാക്കി വേർതിരിച്ചു, ഒരുപാട് കഷ്ടങ്ങളാക്കി, രാജ്യങ്ങളാക്കി, രാഷ്ട്രങ്ങളാക്കി, അവയെ പിന്നെ സംസ്ഥാനങ്ങളാക്കി, ജില്ലകളാക്കി, പഞ്ചായത്തുകളാക്കി, ഗ്രാമങ്ങളാക്കി, അങ്ങനെ കൊണ്ടുവന്നപ്പം അവസാനം നമ്മളെത്തിയത് ഒരു കൊച്ചു വീട്ടിലാണ്. ആ കൊച്ചു വീട്ടിലെ ഒരുപാട് അംഗങ്ങൾക്കിടയിലുള്ള ഒരംഗം മാത്രമാണ് നമ്മൾ. മനുഷ്യൻ്റെ നിസ്സാരതയും അവൻ്റെ ചെറുപ്പവും അവൻ്റെ ദൗർബല്യങ്ങളും അവൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടും ഉണ്ടാക്കി കൊടുക്കുവാനും പ്രപഞ്ച പഠനം സാധിക്കുമെന്നാണ് ആ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച പഠനത്തിന് വിശുദ്ധ ഖുർആൻ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് കേവലം ഒരു അറിവും അന്വേഷണവും നടത്തുക എന്നതല്ല ലക്ഷ്യം, മറിച്ച് അത്യത്ഭുതകരമായിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം മനുഷ്യനെ അവൻ്റെ ദൗർബല്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും പടച്ചറബിൻ്റെ കഴിവും കാരുണ്യവും ഉൾക്കൊള്ളുവാനും അവനെ സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ആ നിലക്കാണ് ഗോളശാസ്ത്ര സംബന്ധമായ ഖുർആൻ്റെ സമീപനങ്ങൾ. അതോടെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗോളങ്ങൾ സഞ്ചരിക്കുന്നു, അവ തമ്മിൽ കൂട്ടിയിടിക്കാതെ പരസ്പരം പ്രശ്നങ്ങളില്ലാതെ എത്രമാത്രം വേഗതയിൽ സഞ്ചരിച്ചിട്ടും അത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അവയുടെ എല്ലാം നിയന്താവ് ഒരേ ഒരു ശക്തിയായതുകൊണ്ടും ആ നിയന്താവിൻ്റെ നിയന്ത്രണ രേഖയ്ക്കുള്ളിൽ അവ പ്രവർത്തിക്കുന്നതുകൊണ്ടുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എങ്കിൽ അതേ പടച്ച തമ്പുരാനാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകേണ്ടത് എന്നും അത് സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ ആരോഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നും ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുക സ്വാഭാവികമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഭൂമിയിൽ ഇതിനെങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്നപ്പോൾ അതിലുള്ള ഒരു ചെറിയ യൂണിറ്റ് മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഈ ഭൂമിയിലെ തന്നെ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളിൽ, ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഉത്തമനായിരിക്കുന്ന ഒരു വലിയ സൃഷ്ടിയായിട്ട് മഹത്വപ്പെടുത്തിയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. വലഖദ് കറംന ബനി ആദം വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ വിഷയം എടുത്തു പറയുന്നുണ്ട്. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, അവർക്ക് ഈ ഭൂമിയിൽ കരയിലും കടലിലും വാഹനം ഉപയോഗപ്പെടുത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മികച്ച അന്നപാനീയങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറെ ഒട്ടേറെ പ്രാധാന്യങ്ങളും പ്രത്യേകതയും അവന് നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ എടുത്ത് പറയുന്നു. മനുഷ്യനെ മനുഷ്യനാക്കി വേർതിരിക്കുകയും മറ്റു ജീവജാലങ്ങളിൽ നിന്ന് അവൻ്റെ വ്യത്യാസത്തെ, അവൻ്റെ മഹത്വത്തെ കൃത്യമായി എടുത്തു കാണിക്കുകയും ആ മഹത്വത്തിൽ നിലനിൽക്കുവാൻ അവൻ്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നും ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മനുഷ്യ സൃഷ്ടിപ്പ് ഈ പ്രപഞ്ചത്തിലുള്ള പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ശേഷമാണ് മനുഷ്യനെന്ന പുതിയ സൃഷ്ടി ഉണ്ടാകുന്നതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലെന്നും അമീബ എന്ന ഏകകോശ ജീവിയിലൂടെ ഇങ്ങനെ വന്ന് പരിണമിച്ച് അത് വിവിധങ്ങളായിരിക്കുന്ന ജന്തുജാലങ്ങളിലേക്ക് മാറി ആ ജന്തുജാലങ്ങളുടെ പരിണാമദശയിലുള്ള ഒരു അധ്യായം മാത്രമാണ് മനുഷ്യനെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം ശാസ്ത്രത്തിൻ്റെ ഭാഗമായി പലപ്പോഴും നടന്നിട്ടുണ്ട്. അതിന് കുരങ്ങിൻ്റെ പിൻഗാമിയാണ് മനുഷ്യൻ എന്നുവരെയുള്ള വാദഗതികൾ നമുക്കറിയാം. എന്നാൽ ആലോചിക്കേണ്ടത്, മനുഷ്യന് മാത്രമാണ് ഈ ഭൂമിയിൽ എല്ലാ ജീവികളും, പ്രത്യേകിച്ച് ജന്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക് കൈകളുണ്ട്, കൈകളിൽ വിരലുകളുണ്ട്. മനുഷ്യർക്കുമുണ്ട് കൈകളും വിരലുകളും. എന്നാൽ മനുഷ്യൻ്റെ കൈകളിലെ ഈ വിരലുകൾക്കുള്ളിൽ ഒരു കൊള്ളിക്കഷ്ണം എടുത്തുപിടിച്ച് അവന് 100 കണക്കിന്, 1000 കണക്കിന്, 10000 അക്ഷരങ്ങൾ എഴുതുവാനും പഠിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ വികസനത്തിൽ വലിയ രൂപത്തിൽ ഇടപെടുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് കുരങ്ങാണെന്ന് പറയുമ്പോൾ ആ കുരങ്ങിന് മുന്നിൽ 2 കൈകളും
അവയിൽ 5 വിരലുകളും. ഇന്നുവരെ ലോകത്ത് ഒരൊറ്റ കുരങ്ങും തൻ്റെ കയ്യിൽ ഒരു കൊള്ളിക്കഷ്ടമെടുത്തിട്ട് ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല എങ്കിൽ മനുഷ്യന് പ്രത്യേകമായി ലഭിച്ചിരിക്കുന്ന ഔദാര്യവും അവൻ ലഭിച്ചിരിക്കുന്ന മഹത്വവും ബോധ്യപ്പെടുന്നതോടൊപ്പം ഇവൻ കുരങ്ങിൻ്റെ സന്തതിയല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രഥമ അധ്യാപനത്തിലെ 2ാമത്തെ ഭാഗമായി ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യാലം. മനുഷ്യന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിശാലമായ അറിവിൻ്റെ ആ മഹാപ്രപഞ്ചത്തിലേക്ക് അവനെ നയിക്കുന്നതിൽ അവനെ സഹായകമായിരിക്കുന്ന നിമിത്തമായി അവൻ്റെ കയ്യിൽ പേന എന്ന അഭ്യാസം നൽകിയത് അള്ളാഹുവാകുന്നു, അത് അവൻ നൽകുന്ന ഔദാര്യമാകുന്നു എന്ന് എടുത്തു പറയുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അതിനെ നമുക്ക് ആ നിലക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ അള്ളാഹുവിനെ അറിയുവാനും സൃഷ്ടിപ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുവാനും അവനിൽ മനസ്സും ശിരസ്സും നമിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാനും സാധിക്കും. അതിന് നാം ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരഘടനയെക്കുറിച്ചും ജന്തുജാലങ്ങളെക്കുറിച്ചും ഇതര ജീവികളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഒട്ടനേകം കാര്യങ്ങൾ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് സംസാരിച്ചത്, മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചത് ശാസ്ത്രം പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു സമീപനത്തിലേക്ക് കൊണ്ടുപോകാനോ ആയിരുന്നില്ല. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അക്ഷരാഭ്യാസം പോലുമില്ലാത്തൊരു സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിൽ അത്യന്താധുനിക ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി വരച്ചു വെക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ആ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗ്ഗദർശനം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും എന്ന നിലക്ക് തന്നെയാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. ഇപ്പോൾ മനുഷ്യൻ, ഈ വിരൽത്തുമ്പ് മനുഷ്യൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി നമുക്ക് അനുകൂലമായി നമ്മുടെ ആധാരങ്ങൾ നമുക്കായി ആക്കി മാറ്റുവാൻ, അതുപോലെ നമ്മുടെ ഒരുപാട് ഫയലുകൾ തുറക്കാൻ, ചില ഫയലുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ, എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ വിരൽത്തുമ്പ്. ഈ വിരൽത്തുമ്പിനെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ ഖുർആൻ്റെ ലക്ഷ്യം ഇതേ വിരൽത്തുമ്പ് നിങ്ങൾക്കിവിടെ അനുകൂലമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ പാപങ്ങളും അക്രമങ്ങളും ചെയ്യുമ്പോൾ ഇതേ വിരൽത്തുമ്പ് ഈ ദുനിയാവിലെ ജീവിതത്തിന് നിങ്ങൾക്കെതിരായി ഇവിടെ സാക്ഷി പറയുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും, അങ്ങനെയെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഓരോ അവസ്ഥകളും അവയവങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അവൻ്റെ വാഗ് വിചാര കർമ്മങ്ങളുടെ ഭാഗമായി പരലോകത്ത് അവർക്കെതിരെ സാക്ഷി പറയും എന്ന ഖുർആനിൻ്റെ സന്ദേശം നമ്മൾ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെയുള്ള സത്യങ്ങൾ ഖുർആൻ എടുത്തു വെക്കുന്നുണ്ട്. ഈ വിരൽത്തുമ്പിൽ എന്തുമാത്രം സംവിധാനങ്ങളാണ് ഒരുക്കിയത്, ഒരു വേള അതിലേറെ സംവിധാനങ്ങൾ മനുഷ്യൻ്റെ കണ്ണിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ണ് മറ്റൊരു റെക്കോർഡിംഗ് സിസ്റ്റമാണ്. ശരീരത്തിലെ ഓരോ ഘടനകളും, ഇപ്പോൾ മനുഷ്യൻ നമുക്കറിയാം പൂർവ്വകാലത്ത് ഈ കല്ലുകളിൽ എഴുതി, പിന്നെ അവൻ ഇലകളിൽ എഴുതി, പിന്നെ മരത്തൊലിയിൽ എഴുതി, കടലാസിലേക്ക് വന്നു, അത് ടൈപ്പ് റൈറ്ററിലേക്ക് മാറി, അതങ്ങനെ കടന്നു വന്നിട്ട് അവൻ എത്തി നിൽക്കുന്നത് ഇന്ന് അതിൻ്റെ പുതിയ പുതിയ ഗവേഷണങ്ങളിലൂടെ ഒരു ചെറിയ മൈക്രോ ചിപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ നഖത്തോളം വലിപ്പമുള്ള ഒരു ചിപ്പിനകത്ത് കോടിക്കണക്കിന് ഡാറ്റ സ്റ്റോർ ചെയ്യുവാൻ മനുഷ്യൻ പഠിച്ചു. ആ പഠിച്ചു വരുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ ഒന്നുകൂടി പഠിച്ചു. ഈ ഡാറ്റാസൊക്കെ കണ്ടെത്തിയത് മനുഷ്യനാണ്. ആ മനുഷ്യൻ അതൊക്കെ കണ്ടെത്തുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയിരിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ശരീരം മുഴുവനും സെല്ലുകളാണ്, കോശങ്ങളാണ്. ഓരോ കോശത്തിനും 46 ക്രോമസോമുകളും ഏതാണ്ട് 92 DNA നമുക്ക് കാണാൻ കഴിയും. ഒരു DNA സ്റ്റോറേജ് കപ്പാസിറ്റി പരിശോധിച്ചാൽ ഏകദേശം 7 ലക്ഷം GB ആണ്. 7 ലക്ഷം GB സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയുള്ള DNA നമുക്ക് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായം വേണം. അത്രയും ചെറിയൊരളവിൽ ഇത്രമാത്രം ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ മേഖലയിലൂടെ ഇങ്ങനെ വിഷയം പഠിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മൊത്തമായി പകർത്തിയെടുത്ത് രേഖപ്പെടുത്തി ഒരു രേഖയായി പരലോകത്ത് നമുക്കെതിരെ കൊണ്ടുവരാൻ അവന് കഴിയുമെന്ന ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയും ജീവിതത്തെ നന്നാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയുമാണ് ഖുർആൻ ചെയ്യുന്നത്. അതുപോലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടിയും മിന്നും കാറ്റും മഴയും പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം പലപ്പോഴും ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ബഹുദൈവ ആരാധനയിലേക്ക് ആളുകൾ കടന്നുപോയതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പല
പ്രകൃതി പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള ഭയപ്പാടിൽ നിന്നാണ് അവർ ബഹുദൈവ ആരാധന തുടങ്ങിയത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇടിയെ നല്ല ശതമാനം ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടുന്ന വസ്തുക്കളെ പൂജിച്ച് ആരാധിച്ച് പ്രീതിപ്പെടുത്തി തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയുമെന്ന അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഇടിയെയും ഇടിമിന്നലിനെയും അതുപോലെ കാറ്റിനെയും വെള്ളത്തെയും തീനെയും ഒക്കെ ആരാധിക്കുവാൻ മനുഷ്യൻ തുടങ്ങിയത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇടിയെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടു, മിന്നലിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടു, മഴയെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടു, കാറ്റിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഖുർആൻ അതിൻ്റെ കൂടെ ചില പ്രതീക്ഷകൾ മുമ്പിൽ വെച്ചു. ഇപ്പോൾ ഇടിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഹുവല്ലദി യുരീഖുമുൽ ബർഖ ഖൗഫൻ വതമഅൻ, അങ്ങനെയാണ് ഖുർആൻ സംസാരിച്ചത്. അവർ നിങ്ങൾക്ക് ഇടിമിന്നലിനെ കാണിച്ചു തരികയാണ്, അതിൽ നിങ്ങൾക്ക് ഭയപ്പാടുള്ള പോലെ തന്നെ പ്രതീക്ഷയും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്കിപ്പുറത്താണ് ഒരു പ്രതീക്ഷ അവിടെ തന്നെ ഖുർആൻ പറഞ്ഞത് ഇടിമിന്നലിന് തൊട്ടുപിറകെ വരുന്ന മഴയെക്കുറിച്ചാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മനുഷ്യൻ മനസ്സിലാക്കി ഈ പ്രകൃതിയിലെ അന്തരീക്ഷത്തിലെ നൈട്രജൻ മിശ്രിതങ്ങളാക്കി മാറ്റി ഇവിടെയുള്ള കോടാനുകോടി സസ്യങ്ങൾക്ക് വളമാക്കി മാറ്റുന്ന രാസപ്രക്രിയ നിർവഹിക്കുന്നത് ഇടിമിന്നലിലൂടെയാണ് എന്ന. അപ്പോൾ ഇടിമിന്നൽ നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയും വലിയ സഹായവുമാണത്. കാട്ടിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മരങ്ങൾക്ക് നമ്മളാരും വളം ചേർക്കാറില്ല, എന്നിട്ട് അവയൊന്നും നശിച്ചു പോകുന്നുമില്ല. അവക്കാവശ്യമുള്ള കൃത്യമായ വളം നൈട്രജൻ മിശ്രിതങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നൈട്രജനെ മിശ്രിതമാക്കി വളമാക്കി മാറ്റുന്നത് ഇടിമിന്നലാണ് എന്നത് നമ്മുടെ കണ്ടുപിടുത്തമാണ്. ഇങ്ങനെ ഏത് പ്രതിഭാസങ്ങളും മഴയെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ എല്ലാം ആ നിലക്ക് നമുക്കനുകൂലമായി അനുഗ്രഹമായി അവൻ നൽകുകയും അവയെക്കുറിച്ചുള്ള ആലോചനയിലൂടെ അവൻ്റെ മഹത്വം ബോധ്യപ്പെടുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ കടലിനെക്കുറിച്ച് പഠിച്ചാൽ, കരയെക്കുറിച്ച് പഠിച്ചാൽ, സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ, മറ്റു ജീവജാലങ്ങളെക്കുറിച്ച് പഠിച്ചാൽ, പ്രകൃതിയിലെ ഏത് പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിച്ചാൽ, എല്ലാത്തിനുമുപരി നമ്മുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഈ മഹാ ഉപരിലോകത്തെക്കുറിച്ച് പഠിച്ചാൽ എല്ലാം അവനിലേക്ക് എത്തുക എന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തെ നമ്മൾ കണ്ടെത്തിയ, അപ്പോൾ നമുക്കറിയാം പ്രകാശവർഷം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ ദൂരമാണ് നമ്മളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ നോക്കിയാൽ കാണുന്ന ആദ്യത്തെ നക്ഷത്രം ഏകദേശം 4.5 പ്രകാശവർഷം അകലെയാണ്. 4.5 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ. അത് നമ്മളെ ബോധ്യപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയും വ്യാപ്തിയുമാണ്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഇതോടൊപ്പം തന്നെ ഭൂമി ഒരേ സമയം സ്വയം 1670 കിലോമീറ്റർ വേഗതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് 1,80,000 കിലോമീറ്റർ വേഗതയിൽ അത് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ കൂടെ ഒന്നുകൂടി മനസ്സിലായി, ഇത്രയും വേഗത്തിൽ ഭൂമി ഇങ്ങനെ സൂര്യനെ വലം വെക്കുന്നത് കൊണ്ടാണ് സൂര്യനിലേക്ക് വല്ലാതെ അടുക്കാതെ എന്നാൽ വല്ലാതെ അകലാതെ ഏകദേശം ഒരു 15 കോടി കിലോമീറ്റർ അകലം പാലിച്ചുകൊണ്ട് ഭൂമി ഇങ്ങനെ നിലകൊള്ളുന്നത് കൊണ്ട് സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ചൂടും പ്രകാശവും ആവശ്യാനുസരണം ലഭിക്കുകയും അതൊരു അപകടകരമായി മാറാതെ നമുക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ. ഇങ്ങനെ സാധിക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ കൃത്യമായ അകലം പാലിച്ചുകൊണ്ടുള്ള സഞ്ചാരം തന്നെയാണ്. അങ്ങനെ ഭൂമിയും സൂര്യനും തമ്മിൽ അകലം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഭൂമിയുടെ സഞ്ചാര വേഗതയാണ്. ആ വേഗത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഭൂമിക്ക് ഈ വേഗത ഇങ്ങനെ നിർണ്ണയിച്ചു കൊടുത്തത് ആരാണ്? സൂര്യന് ചുറ്റിലും അതിനിങ്ങനെ സഞ്ചരിക്കുവാനുള്ള ഒരു ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്തത് ആരാണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമാണ് അള്ളാഹു എന്നുള്ളത്. അള്ളാഹു അങ്ങനെയുള്ള കാര്യങ്ങളുടെ നമ്മൾ ആ വിഷയം ബോധ്യപ്പെടുന്നത് അത് അന്യൂനമാണ്, അത് നിസ്തുലമാണ്. എങ്കിൽ പടച്ചുതമ്പുരാൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളെ അവൻ പാലിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയുള്ള സമീപനങ്ങളാണ് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ആ വിശുദ്ധ ഖുർആൻ കാലഹരണപ്പെടാതെ കാലാകാലങ്ങളെയും അതിജയിച്ചുകൊണ്ട് സകല മനുഷ്യർക്കും ആവശ്യമുള്ള മാർഗദർശനം നൽകി അവർക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് പടച്ചറബിനെ ബോധ്യപ്പെടുത്തി അവനോട് പാപമോചനത്തെ അർത്ഥിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഒരു നല്ല ജീവിതം ഇവിടെ നയിക്കുകയും അതുവഴി പാരത്രിക ലോകത്ത് സ്വർഗവും സമാധാനവും കാക്ഷിച്ചുകൊണ്ട് അത് ലഭ്യമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനെ കഴിയുന്നൊരു സാഹചര്യമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആ നിലക്ക് ഖുർആൻ ഉൾക്കൊള്ളുമ്പോൾ ഖുർആൻ പഠിക്കേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത്, അത് ബോധ്യപ്പെടേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞത് ഹുദൻ ലിന്നാസ്, അത് മനുഷ്യർക്കുള്ള മാർഗദർശനമെന്നാണ്. മനുഷ്യർക്കുള്ള മാർഗദർശനമായതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർക്ക്, ചില ആലിമുകൾക്ക്, ചില മുഫസ്സിറുകൾക്ക്, അതുപോലെ ചില ഉസ്താദുമാർക്ക് അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മളൊക്കെ അവർ പറഞ്ഞു തരുന്നതിനെ അന്ധമായി അനുകരിച്ച് അതിൻ്റെ പിന്നാലെ പോകേണ്ടവരാണ് എന്ന ചില ചിന്താഗതികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞത് ഇത് ലോക ജനതക്കുള്ള മാർഗദർശനമാണ്. ലോക ജനതക്ക് അള്ളാഹു ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്നത് ബുദ്ധിയും ചിന്താശേഷിയുമാണ്. ഒരുപക്ഷെ അക്ഷരാഭ്യാസത്തിൻ്റെ പിൻബലമില്ലെങ്കിൽ പോലും
ആലോചനാശേഷി ഉപയോഗപ്പെടുത്തിയാൽ ഏതു മനുഷ്യനും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ അവൻ ഏതു തലത്തിൽ ഏതു പൊസിഷനിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്ന ലളിതമായ ശൈലിയും സമീപനവും ഖുർആൻ സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന കാരണത്താൽ ഖുർആൻ മനസ്സിലായില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു കാരണം പറഞ്ഞ് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മനുഷ്യൻ, ഇതര ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, കാറ്റു, മഴ, ഭൂമി തുടങ്ങി എല്ലാം ഒരുപാട് സംഗതികളിലേക്ക് നമുക്ക് വളരെ വിശാലമായി കടന്നു ചെല്ലുവാൻ വിശുദ്ധ ഖുർആൻ അതിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം ലോകത്ത് ഇതൊന്നു മാത്രമേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ഭാഷ, വേഷ, മത, ജാതി, വർഗ, വർണ്ണ, ലിംഗ ഭേദങ്ങൾക്കപ്പുറത്ത് ഏതൊരു മനുഷ്യനും ചിന്തിക്കുവാനും ആലോചിക്കുവാനും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്നൊരു വേദഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്, ചിലപ്പോൾ 1000കണക്കിന് ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങൾ അഖിലവും മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ആ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇന്നത്തെ സത്യങ്ങൾ നാളത്തെ അസത്യങ്ങളോ ആ യാഥാർത്ഥ്യങ്ങളോ അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളോ ആയിരിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു വച്ചിരിക്കുന്ന വിഷയം ഇന്നും എന്നും അത് സത്യമായി, അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും അത് അങ്ങനെ തന്നെ പുലർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഖുർആൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അതാത് കാലഘട്ടത്തിൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഒരുക്കൂട്ടിയിരിക്കുന്ന ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളെ നേടുന്നതോടൊപ്പം അതിനേക്കാൾ ഉപരി പടച്ചതമ്പുരാൻ നമ്മോട് സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന, ലോക ജനതയ്ക്ക് മാർഗദർശനമാക്കി അവതരിപ്പിച്ചിരിക്കുന്ന ഈ മഹാഗ്രന്ഥത്തെ, അതിൻ്റെ ആശയത്തെ ഒരു പ്രാവശ്യമെങ്കിലും അറിയുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരായിരിക്കും. അതില്ലാതിരിക്കാൻ തീർച്ചയായും ഖുർആൻ്റെ പഠനം അത് അനിവാര്യമാണ്. അത് എല്ലാവർക്കും വളരെ ലളിതവുമാണ്, അതോടൊപ്പം മനോഹരമാണ്. ആലോചനയും അന്വേഷണവും നമുക്ക് കൈമുതലായി ഉണ്ട് എങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കിയെടുക്കുവാനും അതിൻ്റെ വിഷയങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിലെ ആദർശരംഗത്തും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരാനുഷ്ഠാനങ്ങളിലും എല്ലാം കൃത്യതയും വ്യക്തതയുമുള്ള, ജീവിതത്തിൽ തന്നെ നേരും നെറിയുമുള്ള, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന, തിന്മകളെ തിരസ്കരിച്ച് നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരുങ്ങി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ തന്നെ നിർഭയത്വവും പരലോകത്തെ സമാധാനവും ഉണ്ടാകുമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ സമാധാന ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭൂമിയിലെ നിർഭയത്വം ആഗ്രഹിച്ചുകൊണ്ട് ആദർശരംഗത്തും വിശ്വാസരംഗത്തും ഖുർആനെ മുമ്പിൽ നിർത്തി അതിന് മുതൽക്കൂട്ടായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഈ പഠന പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും ആദ്യന്തം സഹകരിച്ചുകൊണ്ട് അതിൽ വക്താക്കളും പ്രയോക്താക്കളുമായി കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നിസ്സരമായൊരു വസ്തുവിൽ നിന്നും നിന്നെ പടച്ചവനാരുമന്ന അമ്മിഞ്ഞ പാലും കനിഞ്ഞ് കിട്ടി ലാളനയേറ്റ് വളർന്നു നീ. വെള്ളവും വായുവും നൽകി പിന്നെ അന്നവും നൽകി വേണ്ടുവോളം യാത്ര ചെയ്യാനുള്ള നൗകയും ബോധവും പാതേയമായി കൊണ്ടനുഗ്രഹങ്ങൾ ഇണ നൽകി തുണ നൽകി സന്താനമേറെയും സൗഭാഗ്യമായി നൽകി ഭൂമിയാകെ ഘട്ടങ്ങൾ പലതും താണ്ടിക്കടന്നു ഉത്തമനായി നീ യോഗ്യനായി. യോഗ്യനായി വാണ നീ പെട്ടെന്നൊരു ദിനം ശൗര്യത്താൽ താർക്കികനായിടുന്നു. തർക്കത്തിനൊടുവിൽ നീ കണ്ടെത്തിടുന്നു റബ്ബെന്ന യാഥാർത്ഥ്യമില്ല പോലും. മണ്ടനായി മഠയനായി മാറാതെ മർത്യാ നീ നിന്നെക്കുറിച്ചോർത്തു വിലപിച്ചിടും. മണ്ടനായി മഠയനായി മാറാതെ മർത്യാ നീ നിന്നെക്കുറിച്ചോർത്തു വിലപിച്ചിടും. ഞെട്ടറ്റു വീഴുന്ന ജീവിതമാണിത്, പെട്ടെന്ന്
കാണുക ദൈവവേദം. ഞെട്ടറ്റു വീഴുന്ന ജീവിതമാണിത്, പെട്ടെന്ന് കാണുക ദൈവവേദം. പെട്ടെന്ന് കാണുക ദൈവവേദം.